ഹായ് ഹലോ അസ്സലാമലൈക്കും. എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? സുഖമല്ലേ? ഞാനിന്ന് എന്നത്തെമാതിരി രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ രാവിലത്തെ കുറച്ച് നേരം വെളുക്കണമെന്ന് എടുത്തതാണ് കേട്ടോ. കിളികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല രസമല്ല അതിങ്ങനെ കാണാനും കേൾക്കാനൊക്കെ. അപ്പോൾ ഇതാ ഇന്ന് കഴിയും, ലാസ്റ്റ് പരീക്ഷയാണ് ഇന്ന്. അപ്പോൾ അവൾ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചിട്ടാണ് എന്നും പോവുക കേട്ടോ. ഈ രാവിലെ തന്നെ അവൾ ബിസ്ക്കറ്റും കട്ടൻ ചായ ഒന്നും കുടിക്കൂല. അവൾ കട്ടൻ ചായ അവൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ അവൾ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് കുടിക്കുമെന്ന് മാത്രം. അപ്പോൾ ചൂടുവെള്ളം കുടിച്ചിട്ട് അവൾ പോവുക. അപ്പം അങ്ങനെ അവൾ പോയതിന് ശേഷം ഞങ്ങൾ ദോശ ചുടാനൊക്കെ നിന്നു കേട്ടോ. അപ്പം ഇന്ന് വെള്ളം വരുന്ന ദിവസമാണ്, അതും വേണം, അതും പിടിക്കണം. ഞാനും ഉമ്മയും കൂടിയിട്ട് അതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് പോവും. അപ്പോൾ അവളെ പറഞ്ഞയച്ചതിന് ശേഷം ആദ്യം ചെറിയ മക്കൾ നീക്കുമ്പോഴത്തേനും ദോശ ചുട്ടൊക്കെ വിചാരിച്ച്. അവൾ വേഗം വരും ചെയ്തു. അവളെ പരീക്ഷ വേഗം കഴിഞ്ഞു കേട്ടോ. അവൾ അരമണിക്കൂർ കൊണ്ട് അവൾ വരും ചെയ്ത്. അപ്പോൾ പിന്നെ ഞങ്ങൾ ദോശ ചുട്ട അവളപ്പോൾ അവിടെ വന്ന് കുത്തിരിക്കുകയാണ് കേട്ടോ. അവൾ അവിടെ തന്നെ ഇരുന്ന് കഴിക്കുകയും ചെയ്തു. അവളെ സ്വഭാവം അങ്ങനെ, ഓളെ വീട്ടിലുണ്ടാകുമ്പോൾ ഓളെ സ്വഭാവം അങ്ങനെയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ വെള്ളം പിടിക്കാൻ വേണ്ടിയിട്ടും പോയിട്ടോ. അപ്പോൾ അവിടെ തന്നെ പൈപ്പിൽ നിന്ന് 2-3 ആൾക്കാർ പിടിക്കാണ്ട്. അപ്പോൾ പിന്നെ ഇങ്ങനെ കുടത്തിൽ കൊണ്ടുപോവുകയാണ് കേട്ടോ. വേനൽക്കാലം തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴത്തേനും ഞങ്ങൾക്ക് ഇവിടെ തീരെ വെള്ളമില്ലാണ്ടായിരുന്നു. ഇനി ഇവിടുന്ന് 4-5 മാസം കൂടിയൊക്കെ എങ്ങനെയെന്നൊന്നും അറിയില്ല. ഒരന്തല്ലാണ്ട് ഞങ്ങളെല്ലാവരും നടക്കണതൊക്കെ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പിന്നെ എന്തൊക്കെയാ, അപ്പം അങ്ങനെ കുടങ്ങൾ ഇങ്ങനെ കൊണ്ടുവച്ചൊരു 10-15 കുടത്തോളം കൊടുന്നിക്കണം കേട്ടോ. ഇനി അത് വേണം ഞങ്ങൾക്ക് അടുത്ത വെള്ളം വരുന്നവരെ കാത്തക്കാനുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. കുടിക്കാനുള്ള വെള്ളം മാത്രമേ ഈ കിണറ്റിൽ നിന്ന് കോരിട്ട അതിന് തന്നെ ഉള്ളൂ. അതിന് ഉപയോഗിക്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കുടിവെള്ളം ഉണ്ടാവില്ല. അപ്പം പിന്നെ അങ്ങനെയാണ് കേട്ടോ. അപ്പം ഇന്ന് എൻ്റെ വീട്ടിൽ നിന്ന് താത്താരും ഉമ്മയും പാടെ മോൻ്റെ ബർത്ത്ഡേ ആണ് ഇനിയിപ്പോൾ വരുന്ന മാസം. അപ്പോൾ അവനക്ക് കോയിനെ ഇറക്കണം നിയ്യത്ത് ചെയ്തിട്ടുണ്ട് 10 വയസ്സ് വരെ. അപ്പോൾ അത് കൊണ്ടുവരാനും വേണ്ടിയിട്ട് ഇന്ന് വീട്ടിൽ നിന്ന് വരാറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവരെ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ആ ടൈമിൽ അവർ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ പിന്നെ വേഗം മീനൊക്കെ മേടിച്ച് അവർ രാവിലെ അവിടെ നിന്ന് ബസ് കയറി വന്നാൽ ഒരു 12 മണിയാകുമ്പോഴത്തേനും ഇങ്ങോട്ട് എത്തും. അപ്പോൾ പിന്നെ ചോറ് വെച്ച് പിന്നെ ഉപ്പേരിക്കൊക്കെ ഞാൻ പോയി മേടിച്ച്, കടയിൽ നിന്ന് പോയി മേടിച്ച്. അപ്പോൾ അതൊക്കെ നേരാക്കി വെച്ചിട്ടാണ്. അപ്പോൾ ഇന്നലെ കൊടുന്ന ചേക്കോയുടെ സൗണ്ടാണ് ആ കേൾക്കണത്. ചേക്കോയി കൂവുകയാണ്. അപ്പോൾ കുടത്തിൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കൊടുന്ന് എന്താ ചെറിയ കുട്ടി ഇതാ. അപ്പോൾ പിന്നെ മീനൊക്കെ വേഗം നേരാക്കി വെച്ചിട്ട് ആ മാന്തൾ പൊരിക്കാനും മത്തി ചാറ് വെക്കാനും വേണ്ടിയിട്ട് പിന്നെ ബീട്രൂട്ട് മേടിച്ചു കൊടുന്നായിരുന്നു. അത് ഉപ്പേരിയാക്കി. അത് ചോറ് അടുപ്പത്ത് തന്നെയാണ് കേട്ടോ. അത് വേഗം ആക്കണത്. അപ്പോൾ ഗ്യാസുമ്മ മീൻ വറുക്കുകയും ചെയ്ത് അങ്ങനെയൊക്കെ. അപ്പോൾ അവർ ഈ ടൈമിലൊക്കെ അവർ വന്നിക്കണം കേട്ടോ. അവർ വീട്ടിൽ കുട്ടികളായിട്ട് കളിക്കുക വർത്താനൊക്കെ ആയിരുന്നു. പിന്നെ ഞാനപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവർ വന്ന് അവർക്ക് വെള്ളമൊക്കെ കൊടുത്ത് അവരവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചോറും കറികളൊക്കെ ആയേക്കുമ്പോൾ പിന്നെ അവർക്ക് ഒക്കെ ചോറൊക്കെ വെച്ച് കൊടുത്തിട്ടോ. അവിടെ ടേബിളുണ്ട്, ചെറിയൊരു ടേബിളാണ്. പക്ഷേ അതിന് വെക്കാനൊന്നും പറ്റൂല. പിന്നെ കസാര ഇല്ല, തീരല്ല. അപ്പോൾ പിന്നെ കട്ടുമ്മലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ കൂടെ തന്നെ മക്കളും ഇരിക്കുന്നുണ്ട്. പിന്നെ അതാ മക്കളിനായിട്ട് ഞാൻ കരുവാമ്പടി, അവൾക്ക് നാളെ വാർഷികത്തിന് പരിപാടി ഉണ്ട്. അപ്പോൾ അവളെ ഡാൻസിന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അവൾക്കൊരു ഡ്രസ്സും പിന്നെ ഡാൻസിന് മാലയും വളമൊക്കെ വേണം പറഞ്ഞു. അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മക്കളെയും കൊണ്ട് കരുവാമ്പടിക്കൊക്കെ പോകാൻ കേട്ടോ. അപ്പോൾ 3 പാടെ ബസ്സിൽ കൊണ്ടുപോകാൻ പറ്റൂല. ചെറിയതിന് എടുക്കും വേണം, മറ്റേൻ്റെ കൈയൊക്കെ പിടിക്കണം. അപ്പോൾ പറ്റൂല വെച്ചിട്ട് ഞാൻ അവിടുന്ന്
ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് കേട്ടോ പോയത്. അവിടുന്ന് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അത് ഓട്ടോറിക്ഷ വെക്കണം. ഓട്ടോറിക്ഷ അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ അതാ ഞങ്ങൾ ഡ്രസ്സ് കടയിലെത്തി. എന്താ ഓൾക്ക് എടുക്കാൻ വേണ്ടി പോയി നോക്കുമ്പോൾ ചെറിയ മക്കൾ അറ്റിങ്ങൾക്കും ഓരോ കൂട്ട് സാധാരണ ഓരോ ബനിയനും എടുത്തിട്ടോ, ടീഷർട്ടും ബനിയനും എടുത്ത്. പിന്നെ ചെറിയ മോൾക്ക് എടുത്തിരുന്നു. പിന്നെ വളയും മാലൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ മോന് മേലിരിക്കണ കാരണം വേണ്ടിയിട്ട് വാശി പിടിക്കണം കേട്ടോ. അപ്പം അതിൻ്റെ വില ചോദിച്ചു നോക്കുമ്പോൾ 600 റുപ്യൊക്കെയാണ് പറഞ്ഞു നോക്കുമ്പോൾ എനിക്ക് എങ്ങനെ ഞാൻ അവിടുന്ന് കൊടുന്ന് നിൽക്കാനേ അറിയുള്ളൂ. അപ്പോൾ അതാ വാണിയും മുളക്ക വാങ്ങി. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ.